എന്താണ് നാം ചിന്തിക്കുവാൻ പോകുന്ന വിഷയം? എന്താ ചോദ്യം? അയ്യോ എന്റെ സഹോദര, അലാസ് മൈ ബ്രദർ. അയ്യോ എന്റെ സഹോദര. ഇത് ആരെ കുറിച്ച് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പഠിക്കുന്നതിലൂടെ we will be literally shocked. നാം ഓരോരുത്തരും അതിശയിക്കുവാൻ തക്കവണ്ണം ഇടയാകും. എന്താണ് നമ്മോട് ദൈവത്തിന് പറയുവാനുള്ളത്? അലാസ് മൈ ബ്രദർ, അയ്യോ എന്റെ സഹോദര. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യനെ കുറിച്ച് ഓർത്ത് ഒരു പ്രവാചകൻ ഇപ്രകാരം അയ്യോ എന്റെ സഹോദര എന്നോർത്ത് വിലപിക്കുവാൻ തക്കവണ്ണം ഇടയായത്? കാരണം എന്താണെന്നറിയാമോ? നാം അത് പഠിക്കുവാനായിട്ട് വേഗത്തിൽ കടന്നു പോവുകയാണ്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നു. ഒരു മനുഷ്യന്റെ ശബ്ദം കേൾക്കുവാനല്ല, എന്നാൽ ദൈവത്തിന്റെ ശബ്ദം തന്നെ ഈ ആലയത്തിൽ മുഴങ്ങി കേൾക്കുവാൻ, ഓരോ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിപ്പാൻ, ദൈവത്തിന്റെ ആലോചനകളെ ഏറ്റവും ആഴമായി അവർ മനസ്സിലാക്കുവാൻ, ദൈവത്തിന്റെ വരവിന് വേണ്ടി, യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുവാൻ, ഈ ലോകത്തിലെ വഞ്ചനകളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നടക്കുവാൻ അവിടുത്തെ പ്രിയപ്പെട്ട മക്കളെ ഞങ്ങൾ എല്ലാവരും അവിടുന്ന് സഹായിക്കണമേ. അയ്യോ എന്റെ സഹോദരൻ, ആ വിളി ഞങ്ങളുടെ നേരെ വിളിപ്പാൻ തക്കവണ്ണം ഇടവരാതിരിക്കേണ്ടതിന് ഈ വചനത്തിന്റെ സന്ദേശം, ഈ വചന സന്ദേശം ഞങ്ങളുടെ ജീവിതങ്ങളിൽ ആഴമായി പതിയപ്പെടുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങൾ ക്രിസ്തുവിൽ പുതുക്കപ്പെടുവാൻ, യേശുവിന്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ള ഒരു ജനമായി, ഒരു കുടുംബമായി, ഒരു സഭയായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണം. പിതാവേ, പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. അടിയനെ കർത്താവ് ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. ക്രൂശിന്റെ മറവിൽ മറയ്ക്കണമേ. എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അവിടുത്തെ പരിശുദ്ധാത്മാവ് നിറയുമാറാകണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. എന്താണ് നാം ചിന്തിക്കുന്ന വിഷയം? അയ്യോ എന്റെ സഹോദരൻ, അയ്യോ എന്റെ സഹോദരൻ. ഒരു മനുഷ്യന്റെ മരണത്തിൽ, ആ മനുഷ്യന്റെ അവസ്ഥയിൽ അവനുണ്ടായ സംഭവത്തെ കുറിച്ചോർത്ത്, അവനുണ്ടായ മരണത്തെ കുറിച്ചോർത്ത് വിലപിക്കുന്ന ഒരു പ്രവാചകന്റെ വാക്കുകളാണ് അലാസ് മൈ ബ്രദർ, അയ്യോ എന്റെ സഹോദരൻ. നമുക്ക് ചില വാക്യങ്ങൾ വായിച്ചെങ്കിൽ മാത്രമേ ഈ ഭാഗത്തിന്റെ ആ ഒരു അർത്ഥം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അപ്രകാരം ഒരു വിളി, അപ്രകാരം ഒരു വിലാപ് ഒരു പ്രവാചകൻ നടത്തുവാൻ തക്കവണ്ണം ഇടയായത് എന്തുകൊണ്ടെന്ന് വേദപുസ്തകം വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. ഏതാണ് വാക്യം? 1 രാജാക്കന്മാരുടെ പുസ്തകം 13-ാമത്തെ അധ്യായം. വളരെ പ്രത്യേകതയുണ്ട് ഈ അധ്യായത്തിന്. അതുകൊണ്ട് നാം ശ്രദ്ധയോടെ ഈ വാക്യങ്ങൾ വായിക്കുവാനായിട്ട് കടന്നു പോവുകയാണ്. 13-ാമത്തെ അധ്യായം. അതിൽ നാം ചിന്തിക്കുവാൻ പോകുന്നത് 29-30 വാക്യമാണ് ആദ്യമായി. വെരി ഇൻട്രസ്റ്റിംഗ്, വെരി ഇമ്പോർട്ടന്റ്. ആരും ഇത് വിട്ടുകളയരുത്. എല്ലാവരുടെയും ജീവിതത്തിൽ എന്താണ് സംഭവിക്കേണ്ടത് എന്ന് ഈ കഥകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. കാരണം യേശുക്രിസ്തുവിന് ഈ ഒരു സംഭവ കഥയിലൂടെ നമ്മോട് ചില കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട്. സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് സഭയോട് ചില യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും ദൈവത്തിന് പറയുവാനുണ്ട്, സംസാരിക്കുവാനുണ്ട്. എന്താണ് ആ വാക്യം പറയുന്നത്? ആമുഖമായി ഞാൻ വായിക്കുന്നത് 29-30 വാക്യങ്ങളാണ്. പ്രവാചകൻ ദൈവപുരുഷന്റെ ശവം എടുത്ത് കഴുതപ്പുറത്ത് വെച്ച് കൊണ്ടുവന്നു. പ്രവാചകൻ ആരുടെ ഡെഡ് ബോഡിയാണ് കഴുതപ്പുറത്ത് എടുത്ത് കൊണ്ടുവന്നത്? ദൈവപുരുഷന്റെ. വേദപുസ്തകം പരിശോധിച്ചാൽ only 3 people in the entire Bible ഈ ഒരു പരാമർശം ദൈവപുരുഷൻ എന്ന് അഭിസംബോധന ചെയ്യപ്പെട്ട 3 പേരെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. അത് ഒന്നാമത്തവൻ മോശയാണ്, ദൈവപുരുഷനായ മോശ. രണ്ടാമത്തവൻ ഏലിയാവാണ്, ദൈവപുരുഷനായ ഏലിയാവ്. മൂന്നാമത്തവൻ ഈ മരിച്ച് കഴുതപ്പുറത്ത് കയറ്റിക്കൊണ്ട് വരപ്പെടുവാൻ ഇടയായ അനുസരണക്കേട് കാട്ടിയ പ്രവാചകൻ. അവനെയും ദൈവത്തിന്റെ വചനം വിളിക്കുന്നത് ദൈവപുരുഷൻ എന്നായിരുന്നു. എന്താണ് സംഭവിച്ചത്? പ്രവാചകൻ ദൈവപുരുഷന്റെ ശവം എടുത്ത് കഴുതപ്പുറത്ത് വെച്ച് കൊണ്ടുവന്നു. വൃദ്ധനായ പ്രവാചകൻ തന്റെ പട്ടണത്തിൽ എത്തി അവനെ കുറിച്ച് വിലാപിച്ച് അവനെ അടക്കം ചെയ്തു. അവന്റെ ശവം അവൻ സ്വന്തം കല്ലറയിൽ വച്ചിട്ട് അവനെ കുറിച്ച് എന്താ പറഞ്ഞത്?
അയ്യോ എന്റെ സഹോദര, അലാസ് മൈ ബ്രദർ. അവൻ എന്തിനാണ് അപ്രകാരം ആ ദൈവ പുരുഷൻ എന്ന് പറയപ്പെട്ട മനുഷ്യനെ അടക്കം ചെയ്തിട്ട് അവനോട്, അല്ലെങ്കിൽ അവനെ അടക്കം ചെയ്ത് വിലാപത്തോടുകൂടി അയ്യോ എന്റെ സഹോദര, തലയിൽ ഒരുപക്ഷെ കൈവച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ വളരെ വിലാപത്തോടെ, വേദനയോടെ, നെടുവീർപ്പോടെ, സങ്കടത്തോടെ ആ മനുഷ്യൻ പറഞ്ഞിരിക്കാം അയ്യോ എന്റെ സഹോദര എന്നിങ്ങനെ പറഞ്ഞ് അവർ വിലാപം കഴിച്ചു. അവരെന്താ ചെയ്തത്? അവർ വിലാപിച്ചു. ഈ ദൈവ പുരുഷനെ കുറിച്ച് അയ്യോ എന്റെ സഹോദര എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ വിലപിക്കുവാൻ എന്താണ് കാരണം? What is the reason? എന്തുകൊണ്ടാണ് അപ്രകാരം ഒരു വിലാപം? എന്തുകൊണ്ടാണ് അപ്രകാരം ഒരു വിലാപ സംബോധന? എന്തുകൊണ്ടാണ് അയ്യോ എന്റെ സഹോദര എന്ന് പറഞ്ഞ് ആ മനുഷ്യന് നേരെ കരയുവാൻ, വിലപിക്കുവാൻ അന്ന് ആ പകൽക്കാലം ആ പ്രവാചകൻ ഇടയായി തീർന്നത്? നാം അത് പഠിച്ചാൽ, നാം അത് മനസ്സിലാക്കിയാൽ എത്രമാത്രം അർത്ഥവത്തായ ഒരു വിലാപ വിളിയാണ് അയ്യോ എന്റെ സഹോദര എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. എന്തൊക്കെയാണ് നാം മനസ്സിലാക്കേണ്ടത്? Who is the man who died and lying between the lion and the donkey? ആരാണ് ഈ മനുഷ്യൻ? മരിച്ച കഴുതപ്പുറത്ത് എടുത്തുകൊണ്ട് വരപ്പെട്ട ഈ മനുഷ്യൻ, അവൻ മരിച്ചു കിടന്ന് എങ്ങനെയായിരുന്നു? ഒരു സിംഹത്തിന്റെയും കഴുതയുടെയും നടുവിലായിരുന്നു. ഈ മനുഷ്യൻ ആരാണ്? ഇവൻ ആരാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. Why he died? അവൻ എന്തുകൊണ്ടാണ് മരിച്ചത്? What lesson for us today? ഈ വ്യക്തിയുടെ മരണത്തിൽ നിന്നും എന്ത് ആത്മീയ പാഠങ്ങളാണ് നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്? ഈ 3 കാര്യങ്ങളാണ് നാം വേഗത്തിൽ ചിന്തിക്കുവാനായിട്ട് കടന്നു പോകുന്നത്. സമയക്കുറവ് കൊണ്ട് ഞാൻ വേഗത്തിൽ ഓടിച്ചു പോവുകയാണ്. കാരണം വളരെ പ്രധാനപ്പെട്ട ആത്മീയ തത്വം, ഒരു വലിയ സത്യം ഈ കഥയിലൂടെ ദൈവത്തിന് നമ്മോട് പറയുവാനുണ്ട്. അതുകൊണ്ട് നാം ശ്രദ്ധയോടെ കേട്ടേ മതിയാകൂ എന്ന് ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. നാം വേഗത്തിൽ ഒരു അധ്യായം മുഴുവനും I want to read. എല്ലാവരും വേദപുസ്തകം ശ്രദ്ധയോടെ പരിശോധിക്കുക. കാരണം ഈ കഥ മുഴുവനും പറയുവാൻ സമയക്കുറവുള്ളത് കൊണ്ട്, ഈ സംഭവം എന്തുകൊണ്ട്, ആരാണ് ഈ മനുഷ്യൻ, എന്തുകൊണ്ടാണ് ഇവൻ മരണം ഏറ്റുവാങ്ങേണ്ടി വന്നത്, എന്തുകൊണ്ടാണ് അവന്റെ മരണത്തിൽ പ്രവാചകൻ എന്ന് പറയുന്നവൻ അവനെ കുറിച്ച് അയ്യോ എന്റെ സഹോദര എന്ന് പറഞ്ഞ് വിലപിക്കുവാൻ തക്കവണ്ണം ഇടയായത്? We must understand. നാം തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ജീവനും ഈ മനുഷ്യന്റെ മരണവുമായി വളരെ അടുത്ത ഒരു ബന്ധമുണ്ട്. When you study, you will be astonished. നാം അത് പഠിക്കുമ്പോൾ അത് ഉറപ്പായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ, നാം ആമുഖമായി ചിന്തിക്കേണ്ടത് 1 രാജാക്കന്മാരുടെ പുസ്തകം 12-ാമത്തെ അധ്യായം അതിന് 25 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ കാണുന്നത്, അനന്തരം യെരോബെയാം എഫ്രൈം മലനാട്ടിൽ ശേഖേം പണിത് അവിടെ പാർത്തു. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് പൊന്നുവേലിൽ പണിതു. എന്നാൽ യെരോബെയാം തന്റെ മനസ്സിൽ രാജ്യത്വം വീണ്ടും ദാവീദ് ഗൃഹത്തിന് ആയിപ്പോകും. ഈ ജനം യെരൂശലേമിൽ യഹോവയുടെ ആലയത്തിൽ യാഗം കഴിപ്പാൻ ചെന്നാൽ ഈ ജനത്തിന്റെ ഹൃദയം യഹൂദ രാജാവായ രെഹബെയാം എന്ന തങ്ങളുടെ യജമാനനിലേക്ക് തിരിയുകയും അവർ എന്നെ കൊന്ന് യഹൂദ രാജാവായ രെഹബെയാമിന്റെ പക്ഷം ചേരുകയും ചെയ്യും എന്ന് പറഞ്ഞു. ആകയാൽ രാജാവ് ആലോചിച്ച് പൊന്നുകൊണ്ട് 2 കാളക്കുട്ടിയെ ഉണ്ടാക്കി, നിങ്ങൾ യെരൂശലേമിൽ പോയത് മതി. You don't need to go to that place anymore. നിങ്ങൾ അവിടെ പോയത് മതി, ഇനി അവിടേക്ക് പോകേണ്ടതില്ല. ഇസ്രായേലേ, ഇതാ നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം എന്ന് അവരോട് പറഞ്ഞു. അവർ ഒന്നിനെ ബേഥേലിലും മറ്റേതിനെ ദാനിലും പ്രതിഷ്ഠിച്ചു. ഈ കാര്യം പാപഹേതുവായി തീർന്നു. ജനം ഒന്നിന്റെ മുമ്പിൽ നമസ്കരിപ്പാൻ ദാൻ വരെ ചെന്നു. അവൻ പൂജാഗിരി ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി സർവ്വജനത്തിൽ നിന്നും ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരായി നിയമിച്ചു. യഹൂദയിൽ ആചരിച്ചു വന്ന ഉത്സവം പോലെ യെരബെയാം 8-ാം മാസം 15-ാം തീയതി ഒരു ഉത്സവം നിശ്ചയിച്ച് യാഗപീഠത്തിങ്കൽ ചെന്ന് താൻ ഉണ്ടാക്കിയ കാളക്കുട്ടികൾക്ക് യാഗം കഴിക്കേണ്ടതിന് അവൻ ബേഥേലിലും അങ്ങനെ തന്നെ ചെയ്തു. താൻ നിയമിച്ച പൂജാഗിരി പുരോഹിതന്മാരെ അവൻ ബേഥേലിൽ ആക്കി. അവൻ സ്വമേധയായി നിശ്ചയിച്ച 8-ാം മാസം 15-ാം തീയതി താൻ ബേഥേലിൽ ഉണ്ടാക്കിയ യാഗപീഠത്തിങ്കൽ ചെന്ന് ഇസ്രായേൽ മക്കൾക്ക് ഉത്സവം നിയമിച്ചു. പീഠത്തിനരികെ ചെന്ന് ധൂപം കാട്ടി. എന്താണ് ഈ മനുഷ്യൻ ചെയ്യുന്നത്? He established a false form of worship. ഒരു തെറ്റായ ആരാധന രീതി, ഒരു തെറ്റായ ആരാധന സമ്പ്രദായം ഈ മനുഷ്യൻ ദൈവജനത്തിന്മേൽ അടിച്ചേൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു.
അതിലൂടെ ഉണ്ടാകുന്ന സംഭവങ്ങളുടെ ഒരു പരമ്പരയാണ് അയ്യോ എന്റെ സഹോദര എന്ന വിളിക്ക് അതിന്റെ വിളിക്ക് ആധാരമായി തീർന്നിരിക്കുന്നത്. ഒരു തെറ്റായ ആരാധന, ദൈവത്തിന് ഒരിക്കലും ഇഷ്ടമല്ലാത്ത, ദൈവ കൽപ്പനകൾക്ക് വിരുദ്ധമായ ഒരു തെറ്റായ രീതിക്ക് തങ്ങളെ തന്നെ ഏൽപ്പിക്കുവാൻ തക്കവണ്ണം ദൈവജനം ഇടയായ ഒരു അവസ്ഥയെ കുറിച്ച് ഈ ഭാഗം നമ്മോട് പറയുന്നു. അവർ ദൈവത്തിന്റെ സന്നിധിയിൽ പാപഹേതുവായ പ്രവൃത്തികളെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു എന്ന് നമ്മെ തിരുവെഴുത്തിൽ പഠിപ്പിക്കുന്നു. 13-ാം അധ്യായം നാം വേഗത്തിൽ വായിക്കുകയാണ്. നിങ്ങൾ ദയവായി സമയക്കുറവുകൊണ്ട് ഞാൻ വേഗത്തിൽ വായിച്ചു പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധയോടെ ഈ ഭാഗം പരിശോധിക്കണം. കാരണം God wants to speak to us. കാരണം എന്താണ് ദൈവത്തിന് പറയുവാനുള്ളത് എന്ന് ഈ അധ്യായത്തിലൂടെ നാം വേഗത്തിൽ ചിന്തിക്കുവാൻ പോകും. ഞാൻ വായിക്കുകയാണ്. എല്ലാവരും വേദപുസ്തകം പരിശോധിക്കുക. ധൂപം കാട്ടുവാൻ പീഠത്തിനരികെ നിൽക്കുമ്പോൾ തന്നെ, ഏത് പീഠത്തിനരികെ? ഫോൾസ് ഫോം ഓഫ് വർഷിപ്പ്. അവിടെ എന്ത് ചെയ്യുന്നു? ഒരു തെറ്റായ ബിംബത്തെ ഉയർത്തി ധൂപം കാട്ടുവാൻ. എങ്ങനെ? അത് യെരൂശലേമിൽ ആരാധിക്കുന്ന ആരാധന പോലെയുള്ള ആരാധനയാണ്. We don't need to go to Jerusalem anymore. ഇവിടെ ആരാധിച്ചാൽ മതി, ഇന്ന് മതി എന്നൊക്കെ പറഞ്ഞ് ജനത്തെ പാപത്തിന്റെ വഴിയിലൂടെ നടക്കുവാനിടയായ അതേ യെരബയാം അവൻ എന്താ ചെയ്യുന്നത്? അവൻ ധൂപം കാട്ടുവാൻ പീഠത്തിനരികെ നിൽക്കുമ്പോൾ തന്നെ ഒരു ദൈവ പുരുഷൻ, ആ പുരുഷന്റെ മരണമാണ് ഈ അധ്യായത്തിന്റെ ഒടുവിൽ നാം കാണുന്നത്. ആ ദൈവ പുരുഷൻ യഹോവയുടെ കൽപ്പനയാൽ യഹൂദയിൽ നിന്നും ബേഥേലിലേക്ക് വന്നു. അവൻ യഹോവയുടെ കൽപ്പനയാൽ യാഗപീഠത്തോട് യാഗപീഠമേ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദാവീദ് ഗൃഹത്തിന് യോശിയാവ് എന്ന് പേരുള്ള ഒരു മകൻ ജനിക്കും. അവൻ നിന്റെ മേൽ ധൂപം കാട്ടുന്ന പൂജാഗിരി പുരോഹിതന്മാരെ നിന്റെ മേൽ വെച്ച് അറുക്കുകയും മനുഷ്യാസ്തികളെ നിന്റെ മേൽ ചുട്ടുകളയുകയും ചെയ്യും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ അന്ന് ഒരു അടയാളവും കൊടുത്തു. ഇതാ ഈ യാഗപീഠം പിളർന്ന് അതിന്മേലുള്ള ചാരം തൂങ്ങിപ്പോകും. ഇത് യഹോവ കൽപ്പിച്ച അടയാളം എന്ന് പറഞ്ഞു. ദൈവപുരുഷൻ ബേഥേലിലെ യാഗപീഠത്തിന് വിരോധമായി വിളിച്ചു പറഞ്ഞ വചനം യെരമ്യാം രാജാവ് കേട്ടപ്പോൾ അവൻ യാഗപീഠത്തിൽ നിന്ന് കൈ നീട്ടി അവനെ പിടിപ്പീൻ എന്ന് കൽപ്പിച്ചു. എങ്കിലും അവന്റെ നേരെ നീട്ടിയ കൈ വരണ്ടു പോയിട്ട് തിരികെ മടക്കുവാൻ കഴിവില്ലാതെ ആക്കി. ദൈവപുരുഷൻ യഹോവയുടെ കൽപ്പനയാൽ കൊടുത്തിരുന്ന അടയാളപ്രകാരം യാഗപീഠം പിളർന്ന് ചാരം യാഗപീഠത്തിൽ നിന്ന് തൂങ്ങിപ്പോയി. രാജാവ് ദൈവപുരുഷനോട്, നീ നിന്റെ ദൈവമായ യഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ച് എന്റെ കൈ മടങ്ങുവാൻ തക്കവണ്ണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ദൈവപുരുഷൻ യഹോവയോട് അപേക്ഷിച്ചു. എന്നാൽ രാജാവിന്റെ കൈ മടങ്ങി മുമ്പിലത്തെ പോലെ ആയി എന്ന് തിരുവെഴുത്തുകൾ പറയുന്നു. 7-ാമത്തെ വാക്യം, രാജാവ് ദൈവപുരുഷനോട്, നീ എന്നോട് കൂടെ അരമനയിൽ വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ഒരു സമ്മാനം തരും എന്ന് പറഞ്ഞു. ദൈവപുരുഷൻ രാജാവിനോട്, നിന്റെ അരമനയിൽ പകുതി തന്നാലും ഞാൻ നിന്നോടുകൂടെ വരികയില്ല. ഈ സ്ഥലത്ത് വെച്ച് ഞാൻ അപ്പം തിന്നുകയില്ല, വെള്ളം കുടിക്കുകയുമില്ല. നീ അപ്പം തിന്നരുത്, വെള്ളം കുടിക്കരുത്, പോയ വഴിയായി മടങ്ങി വരികയും അരുത് എന്ന് യഹോവ അരുളപ്പാടായി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ബേഥേലിലേക്ക് വന്ന വഴിയായി മടങ്ങാതെ മറ്റൊരു വഴിയായി പോയി. ആരെ കുറിച്ച്? ഈ ദൈവ പുരുഷനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ശബ്ദം പോയോ? അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ ദൈവപുരുഷൻ ഒരു സമയം വരെ എപ്രകാരമാണ് രാജാവിന്റെ സന്നിധിയിൽ, രാജാവിന്റെ അടുക്കൽ ചെന്നിട്ട് യാതൊരു ഭയപ്പാടുമില്ലാതെ ദൈവത്തിന്റെ വചനം സത്യമായി ഒരു ഭയവുമില്ലാതെ അത് പറയുവാനും, അത് കേട്ട ഉടനെ രാജാവിന്റെ കൈ അപ്രകാരം വിളറിപ്പോയി, വരണ്ടുപോയി. എങ്കിലും അവന്റെ പ്രാർത്ഥനയാൽ ദൈവം ആ രാജാവിന്റെ കൈ സൗഖ്യപ്പെടുത്തി. എന്നാൽ രാജാവ് അവനെ സ്വാധീനിക്കുവാൻ ശ്രമിച്ചു. വരിക എന്റെ അരമനയിലേക്ക്, ഞാൻ നിനക്ക് വലിയ സമ്മാനങ്ങൾ തരാം. അവനെ സ്വാധീനിക്കുവാൻ ശ്രമിച്ചു. എങ്കിലും അവൻ ആ സ്വാധീനത്തിന് വഴങ്ങുവാൻ മനസ്സ് വെച്ചില്ല. അതിനവൻ തയ്യാറായില്ല. അവൻ പറഞ്ഞു, ഞാൻ ഇപ്രകാരം ഈ സ്ഥലത്ത് വന്ന് തിന്നാനോ കുടിക്കുവാനോ പാടില്ല, ഞാൻ പോയ വഴിയായി മടങ്ങി വരികയും പാടില്ല എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. So I know what God has revealed to me. ദൈവം എന്നോട് എന്ന് പറഞ്ഞുവോ അതെനിക്ക് നന്നായിട്ട് അറിയാം. ആകയാൽ നീ എത്രയൊക്കെ തന്നാലും, രാജ്യത്തിന്റെ പകുതിയായാലും, don't even think that I'll accept it. രാജ്യത്തിന്റെ പകുതിയായാലും രാജാവേ, ഞാൻ അത് കൈപ്പറ്റുകയില്ല എന്ന് ഈ മനുഷ്യൻ, ദൈവപുരുഷൻ എന്ന പേര് പറഞ്ഞവൻ ദൈവത്തിന് വേണ്ടി ആ രാജാവിനോട് സംസാരിക്കുകയാണ്. 11-ാമത്തെ വാക്യം മുതൽ ഞാൻ വേഗത്തിൽ വായിക്കുകയാണ്. ബേഥേലിൽ
വൃദ്ധനായ ഒരു പ്രവാചകൻ പാർത്തിരുന്നു. Another prophet, മറ്റൊരു പ്രവാചകൻ അവിടെ പാർത്തിരുന്നു. അവന്റെ പുത്രന്മാർ വന്ന് ദൈവപുരുഷൻ ബേഥേലിൽ ചെയ്ത കാര്യമൊക്കെയും അവനോട് പറഞ്ഞു. അവൻ രാജാവിനോട് പറഞ്ഞ വാക്കുകളും അവർ തങ്ങളുടെ അപ്പനെ അറിയിച്ചു. അവരുടെ അപ്പൻ അവരോട്, അവൻ ഏത് വഴിക്ക് പോയി എന്ന് ചോദിച്ചു. യഹൂദയിൽ നിന്ന് വന്ന ദൈവപുരുഷൻ പോയ വഴി അവരുടെ പുത്രന്മാർ കണ്ടിരുന്നു. അവൻ തന്റെ പുത്രന്മാരോട് കഴുതയ്ക്ക് കോപ്പിട്ട് തരുവീൻ എന്ന് പറഞ്ഞു. അവർ കഴുതയ്ക്ക് കോപ്പിട്ട് കൊടുത്തു. അവൻ അതിന്റെ പുറത്ത് കയറി ദൈവപുരുഷന്റെ പിന്നാലെ ചെന്നു. അവൻ ഒരു കരിവേലകത്തിന് കീഴെ ഇരിക്കുന്നത് കണ്ടു. നീ യഹൂദയിൽ നിന്ന് വന്ന ദൈവപുരുഷനോട് അവനോട് ചോദിച്ചു. അവൻ അതെ എന്ന് പറഞ്ഞു. അവൻ അവനോട്, നീ എന്നോടുകൂടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു. അതിന് അവൻ, എനിക്ക് നിന്നോടുകൂടെ പോരുകയോ നിന്റെ വീട്ടിൽ കയറുകയോ ചെയ്തുകൂടാ. ഞാൻ ഈ സ്ഥലത്ത് വെച്ച് നിന്നോടുകൂടെ അപ്പം തിന്നുകയില്ല, വെള്ളം കുടിക്കുകയുമില്ല. നീ അവിടെ വെച്ച് അപ്പം തിന്നരുത്, വെള്ളം കുടിക്കരുത്, പോയ വഴിയായി മടങ്ങി വരികയും അരുത് എന്ന് യഹോവ അരുളപ്പാടായി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണോ രാജാവിനോട് പറഞ്ഞത് അതേ കാര്യം യാതൊരു മടിയും കൂടാതെ ദൈവം എന്നോട് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. Therefore I have not changed my mind. I know what God has told me. ദൈവം എന്താണോ എന്നെ ബോധ്യപ്പെടുത്തിയത് ആ സത്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇവിടെ നിന്ന് കുടിക്കരുത്, കഴിക്കരുത്, അത് ദൈവ നിർദ്ദേശമാണ്. അതുകൊണ്ട് ഞാൻ മടങ്ങി പോവുകയാണ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. Immediately that man, ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, 18ാമത്തെ വാക്യം, അതിന് അവൻ, ഞാനും നിന്നെ പോലെ ആരാണ്? ഒരു പ്രവാചകനാകുന്നു. ഞാനും നിന്നെ പോലെ ഒരു പ്രവാചകൻ ആകുന്നു. അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യേണ്ടതിന് നീ അവനെ നിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ട് വരിക എന്ന് ഒരു ദൂതൻ യഹോവയുടെ കൽപ്പനയാൽ എന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? മറ്റൊരു പ്രവാചകൻ, ബേഥേലിൽ ഉണ്ടായിരുന്ന മറ്റൊരു പ്രവാചകൻ, ഒരു പ്രായം ചെന്ന പ്രവാചകൻ അവനോട് വന്ന് പറയുകയാണ്, നിന്നോട് ഇങ്ങനെ പറഞ്ഞുവോ? ഒരിക്കലുമല്ല. എന്നോട് ദൈവത്തിന്റെ കൽപ്പനയാൽ മറ്റൊരു ദൂതൻ വന്നിട്ട് ഇവനെ കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി ഇവന് ആഹാരവും വെള്ളവും കൊടുക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞതോ ഭോഷ്കായിരുന്നു. എന്തായിരുന്നു അവൻ പറഞ്ഞത്? It was a lie. അതൊരു വഞ്ചനയായിരുന്നു, അതൊരു വലിയ കളവായിരുന്നു. അങ്ങനെ അവനോടുകൂടെ ചെന്ന് അവന്റെ വീട്ടിൽ വെച്ച് അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്തു. എന്താണ് സംഭവിച്ചത്? ആ ദൈവ പുരുഷന് എന്താണോ രാജാവിനോട് പറഞ്ഞത് അതേ കാര്യം ഈ പ്രായം ചെന്ന പ്രവാചകനോട് പറയുന്നു. എന്നാൽ പ്രായം ചെന്ന പ്രവാചകൻ പറയുകയാണ്, നോ 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 നോ, ഐ ഹാവ് എ മെസ്സേജ് ഫ്രം ദി ലോർഡ്. എനിക്ക് ദൈവത്തിൽ നിന്ന് എന്തുണ്ട്? ഒരു സന്ദേശമുണ്ട്. ഇവനെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ പോയി ഇവന് ആവശ്യമായ വെള്ളവും ആഹാരവും ഒക്കെ കൊടുക്കണമെന്ന് എന്നോട് ദൈവം പറഞ്ഞിരിക്കുന്നു. അത് ഈ ദൈവ പുരുഷൻ കണ്ണടച്ച് ചെയ്തു, വിശ്വസിച്ചു. ഒരിക്കലും നിങ്ങൾ വിട്ടുപോകരുത്. അത് ഈ ദൈവപുരുഷൻ കണ്ണടച്ച് വിശ്വസിച്ചു. അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവരെ കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. ദൈവം ഇതാ അവനോട് സംസാരിക്കുന്നു. അവൻ യഹോവയിൽ നിന്ന് വന്ന ദൈവപുരുഷനോട്, നീ യഹോവയുടെ വചനത്തെ മറുത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചിരുന്ന കൽപ്പന പ്രമാണിക്കാതെ അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യരുതെന്ന് അവൻ നിന്നോട് കൽപ്പിച്ച സ്ഥലത്ത് നീ മടങ്ങി വന്ന് അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്തതുകൊണ്ട് നിന്റെ ശവം നിന്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ വരികയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്ത ശേഷം അവൻ താൻ കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകന് വേണ്ടി കഴുതയ്ക്ക് കോപ്പിട്ട് കൊടുത്തു. അവൻ പോകുമ്പോൾ വഴിയിൽ ഒരു സിംഹം അവനെ കണ്ട് അവനെ കൊന്നു. അവന്റെ ശവം വഴിയിൽ കിടന്നു. കഴുത അതിന്റെ അരികെ നിന്നു. സിംഹവും ശവത്തിന്റെ അരികെ നിന്നു. വഴി പോകുന്ന ആളുകൾ ശവം വഴിയിൽ കിടക്കുന്നു ശവത്തിന്റെ അരികെ സിംഹം നിൽക്കുന്നതും കണ്ടു. അത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. ഇറ്റ് നെവർ ഹാപ്പൻസ് ഇൻ ദ നേച്ചർ. ഇങ്ങനൊരു സംഭവം ഒരിക്കലും സംഭവിക്കുകയില്ല. ഒരു മനുഷ്യനെ കൊന്നിട്ട് ആ സിംഹം നോക്കി നിൽക്കുക, തിന്നാതെ വലിച്ചു കൊണ്ടുപോകാതെ അവിടെ നോക്കി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് അഗൈൻസ്റ്റ് ദ നേച്ചർസ് ലോ. അത് ആ നേച്ചർ അല്ലെങ്കിൽ ആ പ്രകൃതിക്ക് വിരുദ്ധമായ ഒരു കാര്യമായിരുന്നു. അതിനെതിരായ ഒരു കാര്യമായിരുന്നു. അസാധാരണമായ കാഴ്ചയായിരുന്നു. ഒരു കഴുതയും ഒരു സിംഹവും നടുവിൽ ആ ദൈവപുരുഷന്റെ ശവശരീരവും കിടക്കുന്നു.
വൃദ്ധനായ പ്രവാചകൻ പാർക്കുന്ന പട്ടണത്തിൽ ചെന്ന് അറിയിച്ചു. അവനെ വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകൻ അത് കേട്ടപ്പോൾ അവനെ യഹോവയുടെ വചനം മറുത്ത ദൈവ പുരുഷൻ തന്നെ എന്ന് ഈ പ്രായം ചെന്ന പ്രവാചകൻ പറയുകയാണ്. യഹോവ അവനോട് അരുളി ചെയ്ത വചനപ്രകാരം യഹോവ അവനെ സിംഹത്തിന് ഏൽപ്പിച്ചു, അത് അവനെ കീറി കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ അവൻ തന്റെ പുത്രന്മാരോട് കഴുതയ്ക്ക് കോപ്പിട്ട് തരുവേൻ എന്ന് പറഞ്ഞു. അവർ കോപ്പിട്ട് കൊടുത്തു. അവൻ ചെന്നപ്പോൾ ശവം വഴിയിൽ കിടക്കുന്നതും ശവത്തിന്റെ അരികെ കഴുതയും സിംഹവും നിൽക്കുന്നതും കണ്ട് സിംഹം ശവത്തെ തിന്നുകയോ കഴുതയെ കീറിക്കളയുകയോ ചെയ്തില്ല. ഇതും അസാധാരണമായ കാഴ്ചയായി നമ്മെ ദൈവത്തിന്റെ വചനം കേൾപ്പിക്കുന്നു. പ്രവാചകൻ ദൈവപുരുഷൻ ശവമെടുത്ത് കഴുതപ്പുറത്ത് വെച്ച് കൊണ്ടുചെന്നു. വൃദ്ധനായ പ്രവാചകൻ തന്റെ പട്ടണത്തിലെത്തി അവനെ കുറിച്ച് വിലാപിച്ച് അവനെ അടക്കം ചെയ്തു. അവന്റെ ശവം അവൻ തന്റെ സ്വന്തം കല്ലറയിൽ വെച്ചിട്ട് അവനെ കുറിച്ച് അയ്യോ എന്റെ സഹോദര, അയ്യോ എന്റെ സഹോദര എന്നിങ്ങനെ പറഞ്ഞ് അവർ വിലാപം കഴിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് ആ വൃദ്ധനായ പ്രവാചകൻ ഈ ദൈവപുരുഷന്റെ ശരീരത്തെ അടക്കം ചെയ്തിട്ട് വിലാപത്തോടെ അയ്യോ എന്റെ സഹോദര എന്ന് പറയുവാൻ കാരണം നാം വേഗത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കടന്നു പോവുകയാണ്. ഇതൊക്കെ വായിച്ച ഭാഗങ്ങളായതുകൊണ്ട് ഞാൻ വിട്ടുപോവുകയാണ്. എന്തുകൊണ്ടാണ് ഈ ദൈവപുരുഷൻ ദൈവത്തെ അനുസരിച്ചവൻ, രാജാവിന്റെ മുൻപിൽ ധൈര്യത്തോടെ ദൈവത്തിന്റെ അരുളപ്പാട് പറഞ്ഞവൻ, രാജാവ് വലിയ സമ്മാനങ്ങൾ കൊടുത്ത് അവനെ ആദരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും കാര്യമാക്കാതെ രാജ്യത്തിന്റെ പകുതി തന്നാലും രാജാവേ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് സർവ്വത്തെയും ത്യാഗം ചെയ്ത് ദൈവത്തിന് ഇവിടെ നിൽക്കുവാൻ തീരുമാനിച്ചവൻ. എന്നാൽ അവൻ എന്താണ് സംഭവിച്ചത്? He died a foolish death. ദൈവത്തിൽ നിന്നും അനുഗ്രഹത്തെ അല്ലെങ്കിൽ നിത്യജീവന്റെ അവകാശിയായി എഴുന്നേറ്റ് വരുവാൻ സാധിക്കാത്ത വിധത്തിൽ അവൻ ഒരു നിഷ്ഠൂരമായ മരണം, വല്ലാത്തൊരു മരണം, നാശത്തിന്റെ ഒരു മരണം ഈ ദൈവപുരുഷൻ നേരിടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവന്റെ മരണം കണ്ടിട്ട്, അവന്റെ അന്ത്യം കണ്ടിട്ട്, അവനെ കുറിച്ച് ഓർത്ത് മനസ്സിൽ ചിന്തിച്ചിട്ട് ആ വൃദ്ധനായ പ്രവാചകൻ അവനെ കുറിച്ച് പറയുകയാണ്, അയ്യോ അയ്യോ എന്റെ സഹോദരൻ. എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? What a privilege you lost in your life. എത്ര വലിയ ഒരു പദവിയാണ് നീ നഷ്ടപ്പെടുത്തിയത്. ദൈവരാജ്യത്തിന്റെ അവകാശിയാകുവാൻ വലിയ ഭാഗ്യമുണ്ടായിരുന്ന ഒരു ദൈവ പുരുഷൻ ജസ്റ്റ് ഫോർ എ ചോയ്സ്, ഒരു ചെറിയ തെറ്റ് അവൻ തന്റെ ജീവിതത്തിൽ വരുത്തുവാൻ തക്കവണ്ണം ഇടയായി പോകുന്നത്. എന്താണ് സംഭവിച്ചത്? അയ്യോ എന്റെ സഹോദരൻ, നഷ്ടപ്പെട്ടവനായി ഒരു സിംഹത്തിന്റെയും കഴുതയുടെയും മധ്യത്തിൽ കഴുതയാൽ സിംഹത്തിന്റെ കടിയാൽ മരണപ്പെട്ട് ഒരു പ്രത്യാശയ്ക്കും വകയില്ലാതെ നീക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. Why he died a foolish death. ഈ കഥയിൽ നിന്നും 4 പ്രധാനപ്പെട്ട ആത്മീയ പാഠങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. വെരി ഇമ്പോർട്ടന്റ് ഫോർ എവറി സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ്. ഞാനൊരു സെവൻത് ഡേ അഡ്വെന്റിസ്റ്റുകാരനാണ്. സത്യം, ദൈവം നമുക്ക് നൽകിയ വലിയ സത്യം, ഈ ലോകത്തിൽ മറ്റൊരു ജനത്തിനും നൽകാത്ത വലിയ സത്യം. ആ സത്യത്തിന്റെ സൂക്ഷിപ്പുകാരായ നാം ഓരോരുത്തരും ഈ കഥയിലൂടെ എന്താണ് ദൈവം നമ്മെ പഠിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നത്? He died a foolish death. 4 പ്രധാനപ്പെട്ട കാരണം. Why did he died a foolish death? ഇത്രമാത്രം അപഹാസ്യനായി ഒരു പ്രത്യാശയ്ക്കും വകയില്ലാതെ മരിച്ച് അയ്യോ എന്റെ സഹോദര എന്ന് പറഞ്ഞ് അവനെ കുറിച്ച് വിലാപിക്കത്ത വിധത്തിൽ അവൻ മരിപ്പാനുള്ള കാരണങ്ങൾ 4. എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാരണം, because he doubted God's word. ഒന്നാമത്തെ കാരണം എന്തായിരുന്നു? ദൈവം അവനോട് എന്താണോ പറഞ്ഞത് അത് ധൈര്യമായി ആ ബദേലിൽ ചെന്ന് വിളിച്ചു പറഞ്ഞ ആ ദൈവപുരുഷൻ, രാജാവിനോട് സംസാരിച്ച ദൈവപുരുഷൻ, ദൈവത്തിന്റെ അരുളപ്പാട് പറഞ്ഞ ദൈവപുരുഷൻ, ആ രാജാവിന്റെ കൈയൊക്കെ വരണ്ടു പോയിട്ടും അവന്റെ പ്രാർത്ഥനയാൽ ദൈവം അവന് സൗഖ്യം കൊടുത്തപ്പോൾ സമ്മാനമൊക്കെ പറഞ്ഞിട്ടും അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തീരുമാനിച്ച ദൈവപുരുഷൻ on his way back അവന്റെ മടങ്ങിപ്പോക്കിൽ he doubted God's word. അവൻ ദൈവത്തിന്റെ വചനത്തെ, ദൈവത്തിന്റെ അരുളപ്പാടിനെ, ദൈവത്തിന്റെ വെളിപ്പാടിനെ അവൻ സംശയിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്താണ് ആ ഒരു പാഠവും സെവൻത് ഡേ അഡ്വെന്റിസ്റ്റുകാരുമായുള്ള ബന്ധം എന്ന് പരിശോധിച്ചാൽ എന്താണ് കാണുന്നത്?
ആ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ്, നാം ദൈവത്തിന്റെ ജനം എന്ന നിലയ്ക്ക് we are a special people. നാം ഓരോരുത്തരും എപ്രകാരമുള്ളവരാണ്? ലോകത്തിൽ മറ്റേതെങ്കിലും ഒരു സഭയെ പോലെ ഒരു സഭയല്ല. ഏത് സഭ? Seventh Day Adventist സഭ. Our church is not a church just like all the other churches in the world. ഈ ലോകത്തുള്ള മറ്റനേക സഭകളെ പോലെയുള്ള ഒരു സഭയല്ല. ഏത് സഭ? Seventh Day Adventist സഭ. ഒരിക്കലുമല്ല. We are a special people called to follow a special lifestyle. ഒരു പ്രത്യേക ജീവിതം ഈ ലോകത്തിൽ അനുവർത്തിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ സ്വന്തം ശേഷിപ്പ്, ദൈവത്തിന്റെ സ്വന്തം the remnant of God, ദൈവത്തിന്റെ സ്വന്തം ശേഷിപ്പ്. നമുക്ക് എന്തുണ്ട്? Called to follow a special lifestyle, called to follow a special diet, called to follow a special dress pattern, called to preach a special message. But today, നാം ഇന്ന് ഏത് സത്യത്തിലാണോ വിളിച്ച് ഈ ലോകത്തിലെ വേർതിരിക്കപ്പെട്ടത്, ആ സത്യത്തിൽ ഉറപ്പില്ലാതെ നിൽക്കുന്നവരായി ഈ അന്ത്യ നിമിഷങ്ങളിൽ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരെ കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നു. I'm not simply saying this. You will understand. നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്താണ്? We don't do it anymore. We begin to doubt on God given messages. ദൈവം നമുക്ക് നൽകിയ വലിയ സത്യങ്ങൾ, ഒരു ജനമായി നമ്മെ വിളിച്ചു വേർതിരിച്ചപ്പോൾ നമുക്ക് നൽകിയ സത്യങ്ങളുടെ അത്ഭുതകരമായ വെളിപ്പെടുത്തലുകൾ, ചില സത്യങ്ങളെ കുറിച്ച് നാം വേഗത്തിൽ പരിശോധിച്ചാൽ എന്തുണ്ട്? The 7 pillars of the Seventh Day Adventist Church. സഭയുടെ 7 തൂണുകൾ എന്ന് പറയുവാൻ സാധിക്കുന്ന സന്ദേശങ്ങൾ നാം പരിശോധിച്ച് കാണുന്നു. The health message. മറ്റൊരു സഭയ്ക്കും ദൈവം കൊടുക്കാത്ത സന്ദേശങ്ങൾ ദൈവം Seventh Day Adventist സഭയ്ക്ക് കൊടുത്തു. The health message, the state of the dead, the spirit of prophecy message, the sanctuary message, the law of God, victory over sin, righteousness by faith. ഇതൊക്കെ ഈ ലോകത്തിൽ ദൈവം തന്റെ ജനത്തിന് മാത്രമായി നൽകിയ ശേഷിപ്പിന്റെ അവകാശമാണ്. These messages, ഈ സന്ദേശങ്ങളിൽ ജീവിക്കുവാൻ ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ പ്രവർത്തിച്ചാലും ദൈവത്തിന് വേണ്ടി ഞാൻ നിൽക്കും എന്ന ഉറപ്പിന്മേൽ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ പ്രതിജ്ഞയെടുത്ത് ദൈവത്തിന് ശേഷിപ്പായി നിൽക്കുവാൻ തീരുമാനമെടുത്തു. 1800-കളിൽ അങ്ങനെയാണ് ഒന്നുമില്ലാതിരുന്ന ഒരിടത്തു നിന്നും ഒരു സഭയായി ദൈവം ഈ സഭയെ ഉയർത്തി. ഇന്ന് ലോകരാജ്യങ്ങളിൽ 217ഓളം രാജ്യങ്ങളിൽ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ കാണപ്പെടുന്നു. എന്തുമാത്രം ജനങ്ങൾ ദൈവത്തിന്റെ സത്യത്താൽ ഇറങ്ങിത്തിരിക്കപ്പെട്ടു. ഇന്ന് നാം പരിശോധിച്ചാൽ ഏത് സത്യത്താലാണോ അവരവരുടെ സോക്കോൾഡ് സഭകളെ വിട്ട് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയിലേക്ക് 1800-കളിൽ ജനങ്ങൾ ഇറങ്ങി വന്നത്, ഏത് സത്യമാണോ അവർ ഹൃദയം കൊണ്ട് വിശ്വസിച്ചത്, ആ സത്യത്തിൽ ഇന്നത്തെ തലമുറ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ സംശയമാണ് പലർക്കും. അവർ വിശ്വസിച്ചതുപോലെ, അവർ ചിന്തിച്ചതുപോലെ, അവർ ജീവനെ ത്യാഗം ചെയ്ത് നിൽക്കുവാൻ തക്കവണ്ണം ഇടയായതുപോലെ നിൽക്കുവാൻ തക്കവണ്ണമുള്ള വിശ്വാസവും ദൃഢനിശ്ചയവും ഇന്നത്തെ തലമുറയ്ക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര ഉറപ്പ് പോരാ. അത്ര ഉറപ്പ് പോരാ. പലരുടെ വിശ്വാസം ആണിയിരിക്കുന്നു. ഏത് സത്യത്തിലാണോ ഈ സഭയെ ദൈവം പടുത്തുയർത്തിയത്, ആ വിശ്വാസ സത്യങ്ങളിൽ ഇന്ന് സംശയം ഈ തലമുറയിൽ കടന്നു വന്നിരിക്കുന്നു. When he doubted God's word, ആ മനുഷ്യൻ, ആ ദൈവ പുരുഷൻ ദൈവത്തിന്റെ അരുളപ്പാടുകളിൽ അവിശ്വസിക്കുവാൻ തക്കവണ്ണം തന്നെ ഏൽപ്പിച്ചപ്പോൾ അവൻ എന്താ സംഭവിച്ചത്? അയ്യോ എന്റെ സഹോദരൻ, അവൻ നഷ്ടപ്പെട്ടു പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ ഈ ലോകത്തിൽ മറ്റൊരു സഭയ്ക്കും കൊടുക്കാത്ത വലിയ സന്ദേശങ്ങൾ, വലിയ സത്യങ്ങൾ, വലിയ വെളിപ്പാടുകൾ, വലിയ ആലോചനകൾ അത് നൽകപ്പെട്ട ദൈവത്തിന്റെ ശേഷിപ്പിച്ചവർ ഏത് സന്ദേശത്താലാണോ സകലത്തെയും ത്യാഗം ചെയ്ത് ഈ സഭയുടെ ഭാഗമായി ഇറങ്ങി വന്നത്, ആ സന്ദേശങ്ങൾ ഇന്നുള്ള തലമുറയ്ക്ക് അത്ര വലിയ രസമായിട്ട് തോന്നുന്നില്ല. They begin to doubt in God's word. Health message? No, no. Health message? No, no, no. Sanctuary message? Oh, ചിലപ്പോ ശരിയായിരിക്കും. Sabbath? ചിലപ്പോ ശരിയായിരിക്കും. സൗകര്യം ഉണ്ടെങ്കിൽ പോകാം. ഈ സന്ദേശങ്ങളോട് ആ തലമുറയിൽ, ആദ്യ തലമുറയിൽ എപ്രകാരമാണോ ത്യാഗത്തോടെ സമർപ്പണത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം ഒരു തലമുറ ഇടയായത്, ആ തലമുറയ്ക്ക് മാറ്റം വന്നിരിക്കുന്നു. Today we are doubting on God's given word.
ഇന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അരുളപ്പാടുകളോട് നമുക്ക് വലിയ സംശയങ്ങളോട് വാഴ്ത്തപ്പെട്ടിരിക്കുന്നു. But you are in danger. നാം വലിയ അപകടത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ആ മനുഷ്യൻ ധൈര്യത്തോടെ പ്രസ്താവിച്ച വചനങ്ങളെ മറ്റൊരു പ്രവാചകൻ അവൻ എന്താ പറഞ്ഞത്? ഞാനും നിന്നെ പോലെ ഒരു പ്രവാചകനാകുന്നു. ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന പേരെടുത്ത അനേകം പേര് പറയുന്നു, any day we can worship. ഏത് ദിവസവും എന്തിയാം? ദൈവത്തെ ആരാധിക്കാം. Why not only on Saturday? നമുക്ക് എന്നും ദൈവത്തെ ആരാധിക്കാം. എന്തിനാ ജീവിതം കളയുന്നത്? എന്തിനാ ജീവിതം തുലയ്ക്കുന്നത്? ഇതൊക്കെ നാം കേൾക്കുകയാണ്. These are deceptions. ഇതൊക്കെ എന്താണ്? വലിയ വഞ്ചനയാണ്. ദൈവത്തിന്റെ വചനം കേട്ട് ആ സത്യത്തിൽ നാം തീരുമാനം ഒരിക്കൽ എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ നാം ഉറച്ചു നിൽക്കണം. നമ്മെ ചതിക്കുവാൻ, നമ്മെ വഞ്ചിക്കുവാൻ, നമ്മെ പോലെ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞ് അനേകർ കടന്നു നാം എന്ത് ചെയ്യും? വഞ്ചിക്കുവാൻ തക്കമുള്ള ഇടയായിരിക്കും. But we should never be deceived. കാരണം ദൈവത്തിന്റെ അരുളപ്പാടുകൾ, ദൈവം നൽകിയ ആലോചനകൾ, ദൈവം നൽകിയ നിർദ്ദേശങ്ങൾ ഒരിക്കലും മാറ്റമില്ലാത്തവയാണ്. അത് നമ്മുടെ രക്ഷയ്ക്ക് ആധാരമായവയാണ്. ഒരിക്കലും അവയെ തള്ളിക്കളയരുത്. We must believe with all our heart, all our soul and all our power. There will be no change in what God has revealed to us. ദൈവം നമുക്ക് നൽകിയവയിൽ ഒന്നിലും ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. ആ ദൈവത്തിൽ നാം വിശ്വസിക്കണം. ദൈവം നൽകിയ അരുളപ്പാടുകളിൽ ഒരു സംശയവും നാം വയ്ക്കരുത്. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, അതിനുവേണ്ടി കാത്തിരിക്കണം, അതിനുവേണ്ടി നടക്കണം, ജീവിക്കണം. That is what God is calling us to do. അതാണ് നമ്മോട് ദൈവം ചെയ്യുവാൻ തക്കവണ്ണം ആവശ്യപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു ജനമായി ഈ ലോകത്തിൽ നാം നിൽക്കുമ്പോൾ നാം ഒരിക്കലും മറന്നു പോകരുത്, നാം ദൈവത്തിന്റെ ശേഷിപ്പാണ് എന്ന്. ദൈവത്തിന്റെ സത്യങ്ങൾ ഈ ലോകത്തിൽ വിളിച്ചറിയിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഫൈനൽ ജനറേഷൻ, a small remnant. We should never forget that. അതൊരിക്കലും നാം മറന്നു പോകരുത്. ദൈവം നമ്മെ ബോധ്യപ്പെടുത്തിയ ആ സത്യങ്ങളിൽ നാം സംശയം പ്രകടിപ്പിച്ചാൽ എന്താണോ ആ ദൈവ പുരുഷന് സംഭവിച്ചത്, അത് നമുക്കും സംഭവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഒടുവിൽ അന്ത്യത്തിൽ there will be some people looking at us. They will say, അയ്യോ എന്റെ സഹോദര, what a miss. You almost entered in God's kingdom. നീ ഏറ്റവും അടുത്തായിരുന്നു, പക്ഷേ you missed that great opportunity. ആ ദൈവപുരുഷൻ ദൈവത്തോടൊപ്പം ജീവിക്കാൻ എത്രമാത്രം വലിയ ഒരു അവസരമാണ് ലഭിച്ചത്. പക്ഷേ just one mistake. അവൻ ദൈവത്തിൽ അവിശ്വസിക്കുവാൻ തക്കവണ്ണം അവൻ സ്വയം അവനെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവന്റെ മരണത്തിൽ വിലാപത്തോടെ അയ്യോ എന്റെ സഹോദര എന്ന് അവനെ കുറിച്ച് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. നമ്മെ കുറിച്ച് അങ്ങനെ പറയുവാൻ മറ്റുള്ളവർ ഒരുപക്ഷെ ഇടയായിത്തീരുന്നു. നമുക്ക് എന്താണ് വഴി, എന്താണ് സത്യം, നാം എവിടേക്കാണ് പോകുന്നത് വ്യക്തമായിട്ട് അറിയാം. We should never doubt on God's revealed word. നമുക്ക് ദൈവം ബോധ്യപ്പെടുത്തിയ ആ വലിയ സത്യത്തെ, ശേഷിപ്പിച്ച സത്യങ്ങളെ നാം ഒരിക്കലും എന്ത് ചെയ്യരുത്? അവിശ്വസിക്കരുത്. അങ്ങനെ അവിശ്വസിച്ചാൽ എന്താണോ ആ ദൈവ പുരുഷന് സംഭവിച്ചത് അത് നമുക്കും സംഭവിക്കും. നമ്മുടെ ശവപ്പെട്ടിയിൽ അയ്യോ എന്റെ സഹോദര എന്ന് എഴുതി ചേർക്കേണ്ടി വരും. അതൊരിക്കലും നമുക്ക് സംഭവിക്കരുത്. എലൻ വൈറ്റ് എഴുതുകയാണ്. I like this statement. എലൻ വൈറ്റ് എഴുതുകയാണ്, Testimonies Volume 1, പേജ് നമ്പർ 466. ശ്രദ്ധിച്ചോളെ. Ministers and people are unprepared. ആരാ? ശുശ്രൂഷകന്മാരും ദൈവജനവും ഒരുപോലെ ഒരുക്കമില്ലാത്തവരാണ്. They are unprepared for the time in which they live. And nearly all who profess to believe the present truth are unprepared to understand the work of preparation for this time. In their present state of worldly ambition, with their lack of consecration to God, their devotion to self, they are wholly unfitted to receive the lettering, and having done all to stand against the wrath of Satan, who by his inventions would cause them to make shipwreck of faith, fastening upon them some pleasing self-deception. അവസാനത്തെ വാക്ക് ശ്രദ്ധിച്ചോളെ. They think that they are all right, but when they are all wrong. എല്ലാം ശരിയാണ്, ഒരു കുഴപ്പവുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ the reality is everything is utterly wrong എന്ന് ദൈവം എഴുതുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. They are unprepared. അവർ ഒരുക്കമില്ലാത്തവരായി കാണപ്പെട്ടു. ആരൊക്കെ?
ശുശ്രൂഷകന്മാരും വിശ്വാസികളും എല്ലാവരും ഒരേ കപ്പലിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. We are unprepared. നാം ഒരുക്കമില്ലാത്തവരായി കാണപ്പെടുന്നു. We think that we are ready for the coming of the Lord, but in reality we are not ready. നാം ഒരുക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരുങ്ങിയിട്ടില്ല. നാം ഇന്ന് എന്ത് ചെയ്യുന്നു? ഒരുക്കമില്ലാത്തവരെ പോലെ കഴിയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ആ ദൈവപുരുഷന്റെ ശുശ്രൂഷയെ കുറിച്ച് എഴുതുകയാണ്. എന്താ എഴുതിയത്? The man of God had been fearless in delivering his message of rebuke. ആ മനുഷ്യൻ ധൈര്യത്തോടെ യാതൊരു ഭയപ്പാടും കൂടാതെ ആ സന്ദേശം രാജാവിനോട് പറഞ്ഞു. He had not hesitated to denounce the king's false system of worship. ആ രാജാവിന്റെ തെറ്റായ ആരാധനയെ കുറിച്ച് പറയുവാൻ ആ മനുഷ്യൻ ഒരു അധൈര്യവും ഉണ്ടായില്ല. And he had refused Jeroboam's invitation even though promised a reward. വലിയ സമ്പത്ത് വാഗ്ദാനം ചെയ്തിട്ടും അതൊന്നും ഏറ്റെടുക്കാതെ അവയെ നിരസിച്ച ദൈവപുരുഷൻ. But he allowed himself to be over persuaded by the one who claimed to have a message from heaven. അവൻ എന്താ സംഭവിച്ചത്? സ്വർഗത്തിൽ നിന്നും എനിക്കൊരു സന്ദേശമുണ്ട് എന്ന് പറഞ്ഞ് അവനെ സന്ദർശിക്കുവാൻ നേരിടുവാൻ വന്ന ഒരു മനുഷ്യനിൽ അവനെ സ്വയം അവൻ ഏൽപ്പിച്ചു കൊടുത്തു. When we have a message, നമുക്കൊരു സന്ദേശമുണ്ട്, അത് സ്വർഗത്തിൽ നിന്നാണെന്ന് പറഞ്ഞ് അവകാശപ്പെട്ട ആരൊക്കെ വന്നാലും ശരി, ഒരിക്കൽ നമ്മെ ദൈവം ബോധ്യപ്പെടുത്തിയ സത്യം അതിനെ മാറ്റിക്കളഞ്ഞ് അല്ലെങ്കിൽ അതിനെ തെറ്റിദ്ധരിപ്പിച്ച് ഇതല്ല എന്ന് പറഞ്ഞ് മറ്റൊരു സത്യത്തെ നമ്മുടെ മുമ്പിൽ ആര് അവതരിപ്പിച്ചാലും ദൈവം പറയുകയാണ്, we are in a deception, we may be in a great danger. എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം ചെയ്യുന്നു, he doubted on God's word. അവൻ ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിച്ചു. നമുക്ക് ധാരാളം സത്യങ്ങളെ ദൈവം സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയ്ക്ക് മാത്രമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ സത്യങ്ങൾ നമ്മുടെ അവകാശമാണ്, അത് നമ്മുടെ അടിത്തറയാണ്. അതിലൊരിക്കലും നാം എന്ത് ചെയ്യരുത്? അവിശ്വസിക്കരുത്. ആ സത്യത്തെ ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത് ആ സത്യത്തിൽ ഓരോ ദിവസവും നാം ജീവിക്കുവാൻ ശീലിക്കണം. ഓരോ ദിവസവും നാം ജീവിക്കുവാൻ, ക്രിസ്തുവിനോടുകൂടെ സഞ്ചരിക്കുവാൻ, ആ സത്യത്തിൽ നടക്കുവാൻ നാം തിരഞ്ഞെടുക്കണം, ജീവിക്കണം. Then only then we will be ready for the coming of the Lord Jesus. രണ്ടാമത് എന്ത് സംഭവിച്ചു? എന്തുകൊണ്ടാണ് he died a foolish death? രണ്ടാമത്തെ കാര്യം, he accepted a mere lie that contradicted the old truth. ഏത് സത്യമാണോ ദൈവം അവനെ ബോധ്യപ്പെടുത്തിയത്, ആ സത്യത്തിന് വിരുദ്ധമായ ഒരു കള്ളം അവൻ എന്ത് ചെയ്യുവാൻ തീരുമാനിച്ചു? വിശ്വസിക്കുവാൻ തീരുമാനിച്ചു. ഇന്ന് നാം പരിശോധിച്ചാൽ ഏത് സത്യമാണോ ദൈവം നമ്മെ ബോധ്യപ്പെടുത്തിയത്, ആ സത്യത്തെ താറുമാറാക്കി, ആ സത്യത്തെ അവഗണിച്ച്, ആ സത്യത്തെ നിഷേധിച്ച് ജീവിതത്തിൽ കുഴപ്പമൊന്നുമില്ല, സാരമില്ല എന്ന ചിന്താഗതി, വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ. ഈ പ്രവാചകൻ, ഈ ദൈവപുരുഷൻ നേരിട്ട അതേ പ്രശ്നം നാം ഇന്ന് ഈ ലോകത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ നിൽക്കും? ആരെയൊക്കെ ശവപ്പെട്ടി അയ്യോ എന്റെ സഹോദര എന്ന് എഴുതേണ്ടി വരും? എനിക്കറിയില്ല. ഉത്തരം നമ്മുടെ മുൻപിൽ ദൈവം നൽകുകയാണ്. Who will believe and continue to believe? ആരൊക്കെ വിശ്വസിക്കും? ആരൊക്കെ അന്ത്യം വരെ വിശ്വസിക്കും? അവർക്ക് ദൈവം നിത്യജീവന്റെ അവകാശം ദാനമായി കൊടുക്കുന്നു. എന്നാൽ ആരൊക്കെ അവിശ്വസിക്കുമോ അവരുടെ പെട്ടിയിൽ എഴുതേണ്ടി വരും, ഓ alas my brother, അയ്യോ എന്റെ സഹോദര, അയ്യോ എന്റെ സഹോദരി, നിത്യജീവന്റെ അവകാശിയായി പ്രവേശിക്കുവാൻ എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. നിനക്ക് ഇത് സംഭവിച്ചല്ലോ, ഇത് നിനക്ക് ഭവിച്ചല്ലോ, ഇത് നിനക്ക് സംഭവിച്ചല്ലോ എന്നോർത്ത് ആ വൃദ്ധനായ പ്രവാചകൻ ദൈവപുരുഷന്റെ ശവപ്പെട്ടിയിൽ നോക്കി കരയുവാൻ തക്കവണ്ണമിടയായിത്തീർന്നു. നാം ഇന്ന് ദൈവജനം എന്ന നിലയ്ക്ക് ദൈവം നമുക്ക് നൽകിയ ആ സത്യത്തെ, ദൈവം നമ്മെ ബോധ്യപ്പെടുത്തിയ ആ വചന വെളിപ്പാടുകളെ ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത് ആ സത്യത്തിൽ നാം ജീവിക്കുന്നവരാണോ? As a Seventh-day Adventist, are we living the message? ദൈവം നമുക്ക് നൽകിയ സത്യങ്ങളിൽ നാം ജീവിക്കുന്നവരാണോ? ഉത്തരം നാം സ്വയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, he forgot that he has more to fear from within than without. ഉള്ളിലാണ് അല്ലെങ്കിൽ പുറത്തുള്ളവരെക്കാൾ അകത്തുള്ളവരെ അധികം ഭയപ്പെടണം എന്ന ബൈബിൾ തത്വത്തെ അവൻ എന്ത് ചെയ്തു? അവനൊന്ന് മറന്നുപോയി. എന്താ മറന്നത്? പുറത്തുള്ളവരെക്കാൾ അകത്തുള്ളവരെ ഭയപ്പെടണം
എന്ന യാഥാർത്ഥ്യത്തെ ഈ ദൈവപുരുഷൻ മറന്നു കളഞ്ഞു. We have more battles to face inside than being outside. അത് ദൈവത്തിന്റെ ഒരു വലിയ വെളിപ്പെടുത്തലാണ്. ആ വലിയ യാഥാർത്ഥ്യം ഈ പ്രവാചകൻ മറന്നുപോയി. ഞാനും നിന്നെ പോലെ ഒരു പ്രവാചകൻ. ആ വാക്കുകളിൽ പാപം ദൈവപുരുഷൻ വീണുപോയി. അവൻ അവിശ്വസിച്ച് വീണു പോകുവാൻ ഇടയായിത്തീർന്നു. നാം ഒരിക്കലും എന്ത് ചെയ്യരുത്? We should never be deceived. നാം ഒരിക്കലും അപ്രകാരമുള്ള വഞ്ചനകളിൽ കുടുങ്ങിപ്പോകരുത്. ദൈവം എന്ത് ബോധ്യപ്പെടുത്തിയോ അതിൽ നിലനിൽക്കുവാൻ നാം എപ്പോഴും നമ്മെ തന്നെ സമർപ്പിക്കണം. നാലാമത്തെ കാര്യം, he knowing the very word of God, the final one. അവൻ എന്താ ചെയ്തത്? ആ ദൈവപുരുഷൻ എന്തുകൊണ്ട് ഒരു foolish മരണത്തിന് കാരണക്കാരനായി തീർന്നു? He knowing the word of God, he did not live by the word of God. അവന് ദൈവത്തിന്റെ അരുളപ്പാടുകളെ കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ അവൻ ആ അരുളപ്പാടുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ തീരുമാനിച്ചില്ല? ജീവിക്കാൻ തിരഞ്ഞെടുത്തില്ല. ഞാൻ നിങ്ങളും ഇങ്ങനെ ഒരു മരണത്തിന് ഇടയായി തീർന്നാൽ എന്റെ ശവപ്പെട്ടിയിൽ എഴുതേണ്ടി വരും. ആര്? ദൈവം എഴുതേണ്ടി വരും. ഓ മൈ ബ്രദർ, അയ്യോ എന്റെ സഹോദര, what a miss, what a miss. എത്ര വലിയ പ്രയാസമാണ് നിന്റെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. You are almost there. എന്നാൽ ഇതാ നീ നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിന്റെ തിരുവെഴുത്തുകളെ ഒരിക്കലും എന്ത് ചെയ്യരുത്? അവഗണിക്കരുത്. ഈ അന്ത്യകാലത്ത് ധാരാളം വഞ്ചന പ്രചരണങ്ങൾ, ധാരാളം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അതിശയങ്ങൾ, ഇതല്ല ശരി, അതാണ് ശരി എന്ന് പറഞ്ഞ് നമ്മെ വഞ്ചിക്കുന്ന ധാരാളം പേർ ഇന്ന് ഇറങ്ങി തിരിച്ചിരിക്കുന്നു. എന്നാൽ ഏത് സത്യത്തിലാണോ ദൈവം ഈ സഭയെ ലോകത്തിൽ വിശേഷിപ്പായി എഴുന്നേൽപ്പിച്ചത്, ആ സത്യത്തിൽ നാം ഉറയ്ക്കുവാൻ ഇനിയും മനസ്സ് വയ്ക്കാഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും ശവപ്പെട്ടിയിൽ അയ്യോ എന്റെ സഹോദര, അയ്യോ എന്റെ സഹോദരി എന്ന് ദൈവം എഴുതേണ്ടി വരും. ഇപ്പോൾ മനസ്സിലായോ എന്തിനാണ് ആ പ്രവാചകൻ അങ്ങനെ പറഞ്ഞത് എന്ന്? അയ്യോ എന്റെ സഹോദര, നീ നിന്റെ തെറ്റായ തെരഞ്ഞെടുപ്പുകൾ നിമിത്തം സ്വർഗം നഷ്ടപ്പെടുത്തിയല്ലോ എന്ന് പറഞ്ഞ് ആ പ്രവാചകനായ വൃദ്ധനായ മനുഷ്യൻ ദൈവപുരുഷന്റെ ശവപ്പെട്ടിക്കരികിൽ നിന്ന് വിലപിക്കുന്ന കാഴ്ച നമ്മുടെ മരണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വിടവാങ്ങലിൽ, ഈ ലോകത്തിനുള്ള മാറ്റപ്പെടലിൽ നമ്മെ കുറിച്ച് ദൈവത്തിന് അയ്യോ എന്റെ സഹോദര, അയ്യോ എന്റെ സഹോദരി എന്ന് എഴുതേണ്ടി വരുമോ? Only those who have fortified their minds with the truths of the Bible will stand firmly through the great last struggle. അന്ത്യകാലത്തുള്ള സകല ശോധനകളെ അതിജീവിക്കുവാൻ സാധിക്കുന്ന ആർക്ക് മാത്രമായിരിക്കും? ദൈവത്തിന്റെ വചനത്താൽ മനസ്സുകളെ കോട്ടകെട്ടി പരിപാലിച്ചവർക്ക് മാത്രമേ ഈ അന്ത്യകാലത്തുള്ള സകല വഞ്ചനകളെ ജയിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മെ ജയിക്കുവാൻ തക്കവണ്ണം സ്വർഗം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നാം ഓരോരുത്തരും ജയിക്കണം. അതിനുവേണ്ടിയാണ് യേശു നമുക്ക് വേണ്ടി സകലത്തെയും ത്യാഗം ചെയ്തത്. ആ യേശു ക്രിസ്തുവിനെ നാം ഒരിക്കലും എന്ത് ചെയ്യരുത്? നിരാശപ്പെടുത്തരുത്. ഒരു ശേഷിപ്പായി ദൈവം നമ്മെ തെരഞ്ഞെടുത്തുവെങ്കിൽ, നമുക്ക് ധാരാളം സത്യങ്ങളെ ബോധ്യപ്പെടുത്തിയെങ്കിൽ, ആ സത്യത്തിന്റെ കാവൽക്കാരായി, ആ സത്യത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രിയ ശേഷിപ്പായി ഞാൻ നിങ്ങളും ഈ അന്ത്യകാലത്ത് ജീവിക്കുവാൻ തീരുമാനമെടുക്കണം. How do you live today? നാം ഇന്ന് ദൈവത്തിന്റെ ശേഷിപ്പ് എന്ന നിലയ്ക്ക് ദൈവം നമുക്ക് ബോധ്യപ്പെടുത്തിയ സത്യങ്ങൾക്കൊത്തവണ്ണം ഞാൻ നിങ്ങൾ ജീവിക്കുന്നവരാണോ? How are we living today? Take the word of God more seriously. ഈ അന്ത്യകാലത്ത് ദൈവത്തിന്റെ വചനം കൂടുതൽ ഗൗരവമായി കാണുക, അതിലെ സത്യങ്ങളെ ആഴമായി ധ്യാനിക്കുക, അവയെ വിട്ടൊഴിയരുത്. എന്താ ചെയ്യരുത്? അവയെ വിട്ടൊഴിയരുത്. Take the word of God more seriously. Spend more time with the Bible. ധാരാളം സമയം ദൈവത്തിന്റെ വചനവുമായി നിങ്ങൾ പങ്കുവയ്ക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നാം എപ്പോഴും മനസ്സ് വയ്ക്കുക. ദൈവത്തിന്റെ വചനങ്ങളെ നാം മെമ്മറൈസ് ചെയ്യുക. നാം എന്താ ചെയ്യേണ്ടത്? മനഃപാഠമാക്കുക. Commit to the word. ദൈവം ബോധ്യപ്പെടുന്ന വചനങ്ങളിൽ ജീവിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കുക. Don't die a foolish death, but surrender fully to God. നാം ഒരു വിഡ്ഢിത്വ മരണത്തിന് ആ മനുഷ്യനെ പോലെ ഒരിക്കലും ഇടയാകരുത്. അങ്ങനെ ഇടയായാൽ എന്റെ ശവപ്പെട്ടിയിൽ അയ്യോ എന്റെ സഹോദര എന്ന് എഴുതി എന്നെ കുറിച്ചോട്ട് വിലപിക്കുന്ന ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിത്തീരും. ആകയാൽ let us commit our life to God. നാം ഈ നാളുകളിൽ ഓർക്കുക, എപ്പോഴും മനസ്സിൽ വെക്കുക, ഈ ലോകത്തിൽ വലിയൊരു ശേഷിപ്പിന്റെ ഭാഗമാണ് ഞാൻ.
ആ വലിയ കുടുംബത്തിന്റെ ഭാഗമാണ് ഞാൻ. ഒരു വലിയൊരു വെളിപ്പാട്, വലിയൊരു സത്യം ദൈവം എന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ആ സത്യത്തിൽ ജീവിക്കുവാൻ കർത്താവേ ഓരോ ദിവസവും യേശുവിന്റെ നാമത്തിലും കൃപയിലും എന്നെ നടത്തണമേ. ആ ഒരു തീരുമാനത്തിൽ, ആ ഒരു പ്രത്യാശയിൽ, ആ ഒരു ഉറപ്പിൽ ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ തെളിയിക്കാൻ നമുക്കത് സമർപ്പിക്കാം. എന്താണ് ദൈവം സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരായി നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്? ആ സത്യത്തിൽ ജീവിക്കുവാനാണോ ഞാൻ ഓരോ ദിവസവും നിലനിൽക്കുന്നത്? അങ്ങനെ ജീവിക്കുന്നവരെ ചേർക്കുവാൻ, അങ്ങനെ ജീവിക്കുന്ന സമർപ്പണത്തോടെ ജീവിക്കാൻ മനസ്സുള്ളവരെ ചേർക്കുവാൻ യേശു കർത്താവ് രണ്ടാമത് വരുവാൻ പോവുകയാണ്. അതിനധിക സമയമൊന്നും ബാക്കിയില്ല. ഞാൻ എന്റെ പൂർണ്ണ മനസ്സിൽ വിശ്വസിക്കുന്ന സത്യമുണ്ട്. 62ാമത് ജനറൽ കോൺഫറൻസ്, ഇനി 5 വർഷം കഴിഞ്ഞ് മറ്റൊരു ജനറൽ കോൺഫറൻസിന് ഒരിക്കലും അവസരം ഉണ്ടാവുകയില്ല. അത്രമാത്രം മാറ്റങ്ങൾ ഈ ലോകത്തിൽ ഇപ്പോൾ തന്നെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ കോൺഫറൻസ് നടക്കുന്നതിന് മുൻപ് തന്നെ അമേരിക്കയിലേക്ക് വിമാനം പോകുമോ എന്ന് പോലും എല്ലാവരും ഭയപ്പെട്ടു. കാരണം ഇറാനിൽ പോയി അമേരിക്ക ബോംബിട്ടത് കൊണ്ട് ഏത് സമയത്തും ഒരു തിരിച്ചടിക്ക് ഇറാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത അമേരിക്കയെ വല്ലാതെ അപകടാവസ്ഥയിലാക്കി തീർത്തു. ഏത് സമയത്തും എന്തും സംഭവിക്കാം. ഒരുപക്ഷെ വിമാനപാതകളൊക്കെ അടയ്ക്കപ്പെട്ടേക്കാം, വിമാനങ്ങൾ പ്രവേശിക്കുവാൻ ഇടയാകാതെ വന്നേക്കാം. എന്നാൽ ദൈവം തന്റെ കൃപയാൽ തന്റെ ജനത്തിന്റെ കൂടിവരവുകൾക്ക് വേണ്ടി 4 കാറ്റ് മുറുകെ പിടിച്ച് ഒരു അവസരം കൂടെ സത്യത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ ബോധ്യപ്പെടുത്തിയ ആ വലിയ സത്യത്തിൽ ജീവിച്ചുകൊണ്ട് ഈ ലോകത്തെ യേശുവിന്റെ വരവിന് വേണ്ടി ഒരുക്കുവാൻ, നമ്മൾ ഒരുങ്ങുവാൻ ഒരു അവസരം കൂടെ നമുക്ക് നൽകിയിരിക്കുകയാണ്. എന്തായിരിക്കും എന്റെ നിങ്ങളുടെ തീരുമാനം? ദൈവം നമ്മെ ബോധ്യപ്പെടുത്തിയ സത്യത്തിൽ ജീവിക്കുവാൻ, അതിൽ നടക്കുവാൻ, യേശുവിനെ കാണുവാനുള്ള വലിയ ആഗ്രഹത്തോടെ നിലനിൽക്കുവാൻ നമുക്കൊരു തീരുമാനം ഇന്ന് പകൽക്കാലം കൈക്കൊള്ളാം. അതിനായി കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.